എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 കിലോ ചിക്കനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി കുറച്ച് തൈരിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറിനകം നമുക്ക് എടുത്ത് കറി വെക്കാവുന്നതാണ്. ചിക്കൻ കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. അത് ചൂടായി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയും 4 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വേഗം വാടിക്കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്താണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതറിഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഉള്ളിയൊന്ന് നല്ലതുപോലെ ഒന്ന് വഴഞ്ഞു വരട്ടാം. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കുക. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. എന്നിട്ടിത് ഇത്രയും കൂടി നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ചിക്കൻ നമ്മൾ മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല നല്ലതുപോലെ ആ പച്ചമണമൊക്കെ മാറി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ചിക്കൻ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടച്ച് വെച്ച് നന്നായി അങ്ങോട്ട് ഒരു 15 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ തുറന്ന് വെച്ച് ഇളക്കിയിട്ട് വീണ്ടും 15 അരമണിക്കൂർ മതി. ചിക്കൻ റെഡി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ശകലം പോലും വെള്ളം ചേർക്കത്തില്ല. ഈ ഉള്ളിയുടെയും ചിക്കൻ്റെയൊക്കെ വെള്ളം ഊറി നന്നായി വെന്ത് കിട്ടും. ചിക്കൻ കറി നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിട്ട് 15 മിനിറ്റായി. ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒരു 15 മിനിറ്റ് വേവിച്ചാൽ മതി. നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ പനിക്കാലം ആയതുകൊണ്ട് നമ്മൾ ചിക്കനൊക്കെ ധാരാളം കഴിക്കണം. അപ്പോൾ നമ്മുടെ പനിയൊക്കെ പമ്പ കിടക്കും. നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. വേണ്ട, ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇത് ചിക്കനിലെയും നമ്മുടെ സവാളയുടെയൊക്കെ തക്കാളിയുടെയൊക്കെ വെള്ളം കൊണ്ട് ഇത് ഊറി ഇറങ്ങി വെന്ത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഇതൊന്നുകൂടെ തിക്കാവും. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില അങ്ങോട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാർ.